ത്രീയിലെ മെമ്മറി സിസ്റ്റമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് തന്നെ ഇപ്പോൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ അയാളുടെ ഫേസ് നമ്മുടെ മെമ്മറിയിൽ എവിടെയോ ഏതോ ഒരു സെല്ലിൽ പോയി കിടക്കുന്ന കാരണമാണ് നമുക്കൊരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡാറ്റയൊക്കെ നമുക്ക് എന്താ പറയുക റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മെമ്മറി ഉള്ള കാരണമാണ്, അല്ലേ? ഇൻ ദ സെയിം വേ ആർക്കും മെമ്മറി വേണം. കമ്പ്യൂട്ടറിനും നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസിന് സ്വന്തമായിട്ട് IQ ഇല്ല, അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ലാത്ത IQ ഇല്ലാത്ത ഒരു സിസ്റ്റമാണ്, അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ചിന്തിച്ചിട്ട് ഒരു ആൻസർ ചെയ്യാനോ അതിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അതിന് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നല്ലാതെ അതിന് സ്വന്തമായിട്ട് ഒരു ഡെസിഷൻ മേക്കിങ്ങിനുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ല എന്നറിയാം. അതുപോലെ തന്നെ ഡാറ്റ, അതിന് നമ്മൾ പെർമനൻ്റ് ആയിട്ട് അതിൽ ഡാറ്റ സ്റ്റോർ ആയാൽ മാത്രമേ അതിനത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു, നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമുക്ക് റിട്ടൈൻ ചെയ്തെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കത് എടുത്ത് തിരിച്ചെടുക്കാൻ പറ്റുന്ന പോലെ സിസ്റ്റത്തിന് അതിൻ്റെ എന്താ പറയുക കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ IQ പവർ യൂസ് ചെയ്തിട്ടൊന്നും അതിന് ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? നമുക്ക് എക്സ്ട്രാ ഡിവൈസസ് വേണം, അല്ലേ? അപ്പോൾ ആ ഡിവൈസസ് ആണ് നമ്മൾ മെമ്മറി ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട്